ഇന്ന് വെള്ളിയാഴ്ച നമ്മൾ വീട്ടിലൊക്കെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഫുൾ സെറ്റ് ആവാമെന്ന് വിചാരിച്ചപ്പം പെട്ടെന്നുള്ള പ്ലാനിൽ നമ്മളിന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കേണ്ടി വന്ന് ഫുഡ് കഴിക്കാൻ അത്യാവശ്യം ലേറ്റായിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് 2:30-3 മണി സമയത്തേന് പോയിട്ടുണ്ടായിരുന്നത്. പോയി വന്നപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ ബെഡിൽ തന്നെ ഇട്ടിട്ട് എല്ലാവരും പോയി കിടക്കാൻ നിന്ന്. നീറ്റപാടെ എൻ്റെ മെയിൻ പണി വീട് മൊത്തം ക്ലീൻ ആക്കാമെന്നാണ്. കാരണം എല്ലാ സാധനവും വലിച്ചിട്ടിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ അബായൊക്കെ എടുത്ത് വെച്ചു. എൻ്റെ കൂടെ തന്നെ ലീനു എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്താ ചെയ്യണേ എൻ്റെ കൂടെ തന്നെ ആൾ വന്നിട്ട് ഹെൽപ്പ് ചെയ്യും. ആൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്താ ചെയ്യണേ അതിൻ്റെ കൂടെ ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ മിററിൻ്റെ മുന്നിൽ കുറേ സാധനങ്ങളൊക്കെ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ വേഗം ക്ലീൻ ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് തിരിച്ച് പണികളൊക്കെ തരുന്നുണ്ടായി. ഇത് ഞാൻ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഇത് വേറെ ഒന്നുമല്ല, വാച്ച് ഓർഗനൈസ് ചെയ്യുന്ന ബോക്സാണ്. നമ്മളെല്ലാ വാച്ചും ഇതിലിട്ടാൽ മതി, നല്ല വൃത്തിക്ക് വേറെ തിരഞ്ഞ് നടക്കേണ്ട ആവശ്യം വരില്ല. അത് സേഫായിട്ട് അവിടെ നിന്നോളും. അങ്ങനെ ഞാൻ ഫ്രണ്ടത്തെ കുറേ സാധനങ്ങളൊക്കെ അതാത് സ്ഥലത്ത് തന്നെ വെച്ചു. ഈ ചീർപ്പൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതിൽ ഞാൻ ഒരു മുടി ഞാൻ എടുത്ത് ഒഴിവാക്കുന്നത്, അത് പിന്നെ കുറേ മുടികൾ കണ്ട് ഞാൻ അങ്ങനെ മുടി കുടുങ്ങി നിൽക്കുന്ന സമയത്ത് വേറൊരു ചീർപ്പ് എടുത്തിട്ട് ഇങ്ങനെ വലിച്ചാൽ പെട്ടെന്ന് ആ മുടികൾ പോകുന്നോളൂ കേട്ടോ. അങ്ങനെ അത് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് ഞാൻ വല്ലാണ്ട് അതിൽ മുടി വെക്കലില്ല, പെട്ടെന്ന് അത് ക്ലീൻ ചെയ്ത് ഒഴിവാക്കലുണ്ട്. അങ്ങനെ ഈ റൂമൊക്കെ ക്ലീൻ ചെയ്ത് ഇതിൽ പെർഫ്യൂമൊക്കെ അടിച്ചാണ്ട് ഫുൾ വൃത്തിയാക്കി. ഇപ്പം ഞങ്ങൾ ഈ റൂമിൽ കിടക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ മാസ്റ്റർ ബെഡ്റൂം നല്ല ക്ലീനിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ഞാൻ വേഗം ലൈറ്റ് ഓഫ് ആക്കി പോകുന്നു, അല്ലെങ്കിൽ അടുത്ത പണി വേഗം വരും. ഇപ്പം ഞാൻ ലീനുവിൻ്റെ റൂമിലാണ് ഞങ്ങൾ കിടക്കാറ്. അതുകൊണ്ട് ഈ റൂം ഫുൾ വലിച്ചിട്ടിട്ടുള്ളത്. പിന്നെ ഉച്ചോർക്കം ഉറങ്ങിയിട്ട് ഞാൻ ബെഡ്ഷീറ്റ് മടക്കിയിട്ടില്ല. അങ്ങനെ ഞാൻ കുറച്ച് കാറ്റൊക്കെ കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് മിററൊക്കെ തുറന്നിട്ട് നോക്കിയതാണ്. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഒരു കാറ്റ് പോലും വീശുന്നില്ലേനു. പിന്നെ ഇതിന് നമുക്ക് ഇവിടെ സേഫ്റ്റിക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വേഗം അത് ക്ലോസ് ചെയ്ത് ലീനു ഇങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. അങ്ങനെ ഞാൻ പില്ലോകളൊക്കെ മാറ്റി ഫുൾ വൃത്തിയാക്കാണ്. ഞാൻ ഈ പണിയെടുക്കുമ്പോൾ ഞാൻ എന്ത് പണിയെടുത്താലും ലീനുവിൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വരും. പക്ഷെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തലയണൊക്കെ കൊണ്ടുപോയിട്ട് ഒരു സൈഡിൽ കൊണ്ടുപോയി വെക്കും. അതെടുത്ത് തന്നിട്ട് ഞാൻ അതിമത്തെ മുടിയൊക്കെ കൊട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് കാത്തു കിട്ടോ. ഞാൻ ചെയ്ത് തീരുന്ന വരെ ആൾ കാത്തിരുന്നിട്ട് പിന്നെ ആളെടുത്ത് കൊടുത്താൽ മതി, അത് ആളെ പോയിക്കാണ്ട് ചെയ്തോളൂ. അതേപോലെ ബെഡ്ഷീറ്റൊക്കെ ഞാൻ നല്ലോണം വിരിക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ വന്ന് ചെയ്തോളും. എനിക്ക് കൈ എത്താത്ത സ്ഥലത്തേക്കും ഇങ്ങനെ ഉള്ളിൽ കാക്കാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ ഞാൻ ചീർപ്പ് വെച്ചിട്ടാണ് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ ഇന്ന് ചീർപ്പ് എടുത്തിട്ടില്ലേനു, പക്ഷെ ആ ടൈം ആയപ്പോൾ അവൾ പോയിട്ട് ചീർപ്പെടുത്തോടുന്ന് ഞാൻ ആ ലാസ്റ്റൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഓൾ പോയി ചെയ്യാമെന്നൊക്കെ പറഞ്ഞതിന് പിന്നെ ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെ പില്ലോക്കെ കൊണ്ടുവന്ന് അതേപോലെ തന്നെ വെച്ച്, പിന്നെ ഈ മിററിൻ്റെ മുന്നിലും ഈ ചെയറിൽ കുറേ ഡ്രസ്സൊക്കെ മടക്കാണ്ടേനു. മടി കാരണം ഇങ്ങനെ വെച്ച് ഇനി അതൊരു മല പോലെ ആകുമ്പോഴേ എനിക്ക് ബോധം വരുള്ളൂ. എന്നാലും ആ മുന്നിൽ കാണുന്നതൊക്കെ പെട്ടെന്ന് വൃത്തിയാക്കിയാണ്ട് ഞാൻ ഡ്രസ്സ് മടക്കിയേക്കാന്നുള്ള ഉദ്ദേശത്തിലേനു. പിന്നെ കുറച്ച് നേരം ഇരിക്കാമെന്ന് പറഞ്ഞ ഒറ്റ ഇരിപ്പായിരുന്നു. എന്ത്